Kitchen Recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് ബനാന പാൻകേക്ക്. ഇത് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്പം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ലഞ്ച് ബോക്സിൽ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ ന്യൂട്രീഷ്യസും ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ 10 ബദാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. ബദാം തന്നെ എടുക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കോമ്പിനേഷൻ ആണോ അതെടുക്കാം. അപ്പം ഞാൻ ഇനി ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക, എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കണം, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബദാം, കാഷ്യൂ നട്ട്സ്, വാൾനട്ട്സ്, പിസ്ത, ഹേസൽ നട്ട്സ് ഇതെല്ലാം എടുക്കാം. പിന്നെ ഓപ്ഷണൽ ആയിട്ട്, അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നാച്ചുറൽ സ്വീറ്റ്നർ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കിസ്മിസും ഉപയോഗിക്കാം. അതും കൂടി ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഒരു കേടുകൂടാതെ, യാതൊരു കേടുകൂടാതെ നിങ്ങൾക്ക് അത് സൂക്ഷിക്കാൻ പറ്റും. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഒരാഴ്ചയല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് കുട്ടികൾ സ്കൂളിൽ പോകുമ്പം രാവിലെ സ്കൂളിൽ പോകുന്ന സമയം തന്നെ നിങ്ങൾക്ക് എപ്പം എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഈ 2 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം കുട്ടികൾക്ക് വളരെ ന്യൂട്രീഷ്യസ് ആയിരിക്കും, വളരെ ഹെൽത്തി ആയിരിക്കും, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻ കേക്ക്സിൻ്റെ കൂടെ, മിൽക്ക് ഷേക്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഓട്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ടേസ്റ്റി ആകുകയും ചെയ്യും. നേരത്തെ കാണിച്ച ബദാം ഉണ്ടല്ലോ, അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പഴം ഉപയോഗിക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലത്തെ ചിങ്ങമ്പഴമാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാലിപ്പൂവനൊക്കെ ഉപയോഗിക്കാം, ചെറുതല്ലോ ഞാലിപ്പൂവനൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം വരെ ഉപയോഗിക്കാം. എന്നിട്ട് ഇത് മിക്സിയിൽ ഈ ബദാമിൻ്റെ കൂടിയിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുവാണ്. അപ്പോൾ പഴുത്ത പഴം ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതേപോലെ അടിഞ്ഞ് കിട്ടുക. അപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് പാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിനൊരു പ്രത്യേക കണക്കൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓരോ പൊടി അനുസരിച്ച് അതിൻ്റെ വ്യത്യാസം വരും. നമുക്ക് വേണ്ടത് എന്താണ്, ഏകദേശം ഒരു ദോശയുടെയൊക്കെ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി, കുറച്ച് തിക്ക് ക്രീമി കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതേപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല, കാരണം നല്ല പഴുത്ത പഴമാകുമ്പം അത് തന്നെ നല്ല മധുരം കാണും. അങ്ങനെ മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതേപോലത്തെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, ശരിക്കും നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പരുവം. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്കൊരു തവ എടുത്തിട്ട് ആ തവ ഹീറ്റ് ആയതിനു ശേഷം നമ്മൾ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബട്ടറൊക്കെ ഇടാം. ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ട്, അതായത് അത്യാവശ്യം ചൂടായി കഴിയുമ്പം, മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഒരു തവ ബാറ്റർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് കുക്ക്ഡ് ആണ്, മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി, ഹെൽത്തി, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കോഴിമുട്ടയും കൂടെ അടിച്ച് ചേർക്കാവുന്നതാണ്, കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ കോഴിമുട്ട ചേർക്കുകയാണെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ ഇത് എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.